രോഗത്താൽ പിടിക്കപ്പെട്ട ഭവനത്തിനകത്ത് ഒതുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അകത്ത് ഒരു ദാഹം വന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലാൽ എനിക്ക് സൗഖ്യം വരും. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീട്ടിനകത്തിരുന്നില്ല. പിന്നെയോ യേശുവിന്റെ വസ്ത്രത്തിനെങ്കിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വരുന്ന യേശുവിന്റെ അടുക്കലെത്തണം. രക്തസ്രവക്കാരി അവർ ഒരിക്കലും യഹൂദന്മാരുടെ നിയമമനുസരിച്ച് പരസ്യമായി പുറത്തിറങ്ങാൻ പാടില്ല, പുരുഷനെ തൊടാൻ പാടില്ല, എങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അവൾ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവളാണെന്ന് അറിഞ്ഞിട്ടും യേശുവിനെ തൊടുവാൻ പോകുമ്പോൾ എന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഒന്നുകിൽ സമൂഹം എന്നെ കല്ലെറിയും, അല്ലെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അതായിരുന്നു നമ്മുടെ വിശ്വാസം. നമ്മളാണെങ്കിലോ ആരാധനയ്ക്ക് പോകുന്ന ആരെങ്കിലും കണ്ടാലോ അല്ലേ? ഇല്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. യേശുവിൽ വിടുതലുണ്ട്. നമ്മുടെ മേലത് വ്യാപരിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. ഇന്നലെ ചില വാദരോഗികളെ ഇവിടെ സൗഖ്യമാക്കി. എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ പലരും ഒതുക്കപ്പെട്ടു പോയി. ദൈവം ആ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല. രക്തസ്രവക്കാരി സ്ത്രീ പരിസരം മറന്ന് തന്റെ ജീവന് വില കൽപ്പിക്കാതെ, ഞാൻ ഇവിടെ വീട്ടിൽ കടന്നാലും ചില നാൾ കഴിയുമ്പോൾ ഈ രോഗം വന്ന് ഞാൻ മരിക്കും, പുറത്തിറങ്ങിയാൽ പുരുഷാരം കല്ലെറിഞ്ഞു കൊന്നേക്കാം, ഇല്ലെങ്കിൽ ഞാൻ യേശുവിൽ വിടുതൽ പ്രാപിക്കും. ആ തീഷ്ണതയോടെ ഇറങ്ങിത്തിരിച്ച സഹോദരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടതാര്? ശിഷ്യന്മാർ ചോദിക്കുന്നൊരു പദമുണ്ട്. കർത്താവിനെ മുട്ടി ഉരുമ്മി നടക്കുന്ന 10,000 വരുന്ന പുരുഷാരമുള്ളപ്പോൾ എന്നെ തൊട്ടതാരെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ സഭായോഗത്തിൽ ആ ധാരാളം പേരുണ്ട്. പക്ഷെ ഇന്ന് പകൽ പേഴ്സണലായി യേശുവിനെ തൊടുവാൻ ആരും തയ്യാറാകുന്നു, അവർക്കാണ് വിടുതൽ. യേശു പറയുന്നു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, അഭിഷേകം കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഏകദേശം ഒരു 25-27 വർഷങ്ങൾക്ക് പുറകില് ഞാൻ വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് ഇന്ന് ചിരിവെള്ള ഡെന്നിസ് പ്രസംഗിയാന് പൂവൻവിള ആരാധന നടത്തുന്ന ദിവസം, അവിടെ തുടങ്ങിയ സമയം, അത് എല്ലാ വെള്ളിയാഴ്ചയും മറ്റു അത്യാവശ്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പോകുന്ന പതിവുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആരാധന കഴിയുമ്പോൾ പ്രസംഗനോട് പറഞ്ഞു, വിജയം പോകരുത്, എന്നെ കണ്ടിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. ആളുകൾക്ക് എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോരുന്നത്. തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഈ വിജയം കൈവയ്ക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണം. സാധാരണ ചിലപ്പോഴൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിട്ടില്ല. എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ കാറിൽ പോകാം. ഞാൻ നടന്നാണ് വീട്ടിൽ നിന്ന് അവിടേക്ക് പോകുന്നത്. കാറിൽ കയറ്റി പോകുമ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശ് തന്നിട്ട് പറഞ്ഞു, ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. ഞാൻ വരുന്നത് വരെ എല്ലാ വെള്ളിയാഴ്ചയും ധാരാളം പേരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരും. വരുന്നത് വരെ വിജയൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കേട്ടപ്പോൾ എന്റെ ആകത്തൊരു ഇടുത്തി വീണതുപോലെ. ആ ദൈവദാസനെടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവര് അച്ഛന്മാരും പാസ്റ്റർമാരും അതുപോലെ ഉന്നതരായ ആളുകളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കെന്താ യോഗ്യത? ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് നടന്ന് ചീനിവിളച്ചെന്ന് താക്കോല് വാങ്ങി റൂം തുറന്ന് ആ പ്രാർത്ഥന മുറിക്കകത്ത് ഒരു അറ്റത്തിരുന്നിട്ട് എന്റെ പ്രാർത്ഥന, കർത്താവ് പ്രസംഗിയാൻ വരുന്നതുവരെ ഇവിടെ ആരും വരരുതെന്ന്. അന്ന് ഞാൻ രോഗശാന്തി ശുശ്രൂഷയൊന്നും അങ്ങനെ നടത്തുന്ന ആളല്ല.
ഞാനൊരു 1 മണിയോടെ അവിടെ എത്തി, ഒരു 12 മണിയോടെ 12:30 1 മണിയോടെ എത്തി. കുറെ ആളുകൾ വന്നു നോക്കുമ്പോൾ പ്രസംഗകരില്ല. പ്രസംഗർ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ ആളുകൾ നിരന്നിരിക്കും. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഇപ്പൊ ഒരു ബസ് ഇവിടെ ഉണ്ട്, എനിക്ക് ആ ബസ്സിൽ പോകണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ആ സഹോദരി വന്ന് മുട്ടുമടക്കി എന്റെ ശിരസ്, ആ സഹോദരി ശിരസിൽ എന്റെ കരം വെക്കുമ്പോൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യക്ഷമായ അടയാളം എന്റെ ശരീരത്തിലൂടെ ഒരു തീജ്വാല ഇങ്ങനെ വന്ന് ഈ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്റെ ശരീരം ഞാൻ അനുഭവിച്ചു. ആ ഒരു സഹോദരി വന്നപ്പോ പിന്നെ അവിടെ ഇരുന്നവർ ഏകദേശം പേര് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രസംഗകൻ വന്നപ്പോ നിറച്ച ആളുകളാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗകൻ ഇങ്ങനെ വാതിൽക്കൽ വന്ന് നിന്നു. അത്രയും പേർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ എന്നെ പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞത് എന്നെ അയച്ചു. ഞാൻ പറഞ്ഞത് എന്റെ പ്രാർത്ഥന ദൈവദാസൻ വരുന്നത് വരെ ആരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരരുതെന്നാണ്. എന്തുകൊണ്ട് നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്? എനിക്കെല്ലാം കഴിയുമെന്നുള്ള മനോഭാവം നിൽക്കുന്നത്. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കർത്താവിന് സമർപ്പിച്ചാൽ ആ കർത്താവിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടണമേ എന്നുള്ള മനോഭാവത്തോടെയാണ് ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ സൗഖ്യമാക്കുവാൻ കഴിയുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അഭിഷക്തൻ പ്രാർത്ഥിക്കുന്ന ഇടത്ത് ചെന്ന് മുട്ടുമടക്കിയപ്പോൾ അതെനിക്ക് പ്രത്യക്ഷമായി അനുഭവിപ്പാൻ കഴിയും. അതിനുശേഷവും അതിനു മുമ്പും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് പകല് ആരൊക്കെയാണ് ഉടഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവോ, ഒരു അപൂർവ കാര്യം ഇന്ന് നടക്കും. ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്തത് ഈ ആലയത്തിനകത്ത് നടക്കും. ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്തത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കും. ഒരു അപൂർവ കാര്യം സംഭവിപ്പാൻ എന്റെ കർത്താവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിക്കുന്ന ദിവസമാണ്. ദേശം ഭയപ്പെടത്തക്കവണ്ണം നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. പിശാചിന്റെ കെട്ടുകൾ അഴിയുക. ചില പൈശാചിക ബന്ധങ്ങൾ മണ്ണെട്ടലിനെ തടഞ്ഞു വെച്ച ചിലതിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന ശക്തി ഇന്ന് പകർന്നാണ് വെളിപ്പെടുകയാണ്. ബിസിനസിന്റെ തകർച്ചക്കാർ വെല്ലുവിളിക്കുന്ന അന്യായ ബന്ധനങ്ങൾ ഈ പകൽക്കാലം അഴിയുകയാണ്. ദൈവം മഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ. എന്താണ് അപൂർവ കാര്യം നടക്കാൻ കാര്യം? പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന വ്യക്തികൾ സകല പ്രതിസന്ധിയും സഹിച്ചിട്ടാണെങ്കിലും അതുവരെ ഒരു രോഗിയെയും മേൽപ്പുര പൊളിച്ച് യേശുവിനടുത്ത് ഇറക്കി വെച്ചിട്ടില്ല. യേശു കടന്നു പോകുമ്പോൾ വിളിച്ച്
സൗഖ്യം കൊടുത്തവരുണ്ട്. തുപ്പൽ മണ്ണിൽ തുപ്പി കണ്ണിൽ പൂശി ശിലോഹാകുളത്തിൽ പോയി കഴുകി സൗഖ്യം പ്രാപിച്ചവരുണ്ട്. വാക്കുകൊണ്ട് സൗഖ്യം നൽകിയവരുണ്ട്, പ്രാപിച്ചവരുണ്ട്. തൊട്ട് സൗഖ്യം പ്രാപിച്ചവരുണ്ട്. പക്ഷെ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ച രക്തസ്രവക്കാരിയുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ഈ 4 മനുഷ്യരുടെ വിശ്വാസം, ഈ കിടക്കുന്ന രോഗിക്ക് വിശ്വാസമുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. യേശുവിൽ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടെന്ന് ദേശത്തുള്ളവർ അറിഞ്ഞിട്ട് 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ ഒന്ന് യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ച, ഒരിക്കലും ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് യൂട്രസും വൻകുടലും ചെറുകുടൽ പകുതി വരെ ദ്രവിച്ചു പോയ അവസ്ഥയിൽ എടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനാലയത്തിനകത്ത് കട്ടിൽ കിടത്തി 2 3 മുന്തിരിങ്ങയുടെ ചാറ് മാത്രം ചുണ്ട് നനയാൻ കൊണ്ടുവയ്ക്കും. കുടിനീര് പോലെ ഇറക്കുവാൻ ഭയമാണ്. വേദന സഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയ സഹോദരി ഒരു 21 സുവാസത്തിന്റെ മധ്യത്തിൽ ആ സഹോദര ഭർത്താവിന്റെ അമ്മ പറഞ്ഞത്, ചെറുകുടൽ പകുതി വരെ ലഭിച്ചു പോയത് കൊണ്ട് ചെറുകുടൽ പകുതി വരെ കട്ട് ചെയ്ത ശേഷം ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇട്ട് ഒരു ഭാഗത്ത് മോഷൻ എടുക്കാൻ ഡോർ ഫിറ്റ് ചെയ്യാമെന്നാണ്, സ്റ്റീൽ ഡോർ. അങ്ങനെയാണ് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർമാർ പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ ഈ സഹോദരിയെ സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. ആ ഒരു പകൽ സെക്ഷൻ ആരാധന കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ എന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി തനിയെ എഴുന്നേറ്റിരുന്ന് ഒരു ഗ്ലാസ് പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചു. ഒരു അവയവം പോലും മുറിച്ചു മാറ്റാതെ ദൈവം സൗഖ്യമാക്കി. ആ അത്ഭുതം കണ്ടവരില്ലേ നമ്മൾ? ഇന്ന് വരെ ഒരു അപൂർവ കാര്യം നടക്കുവാൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഏതൊക്കെയോ മേഖലയിൽ പിശാച് കെട്ടിവച്ച ചിലരുടെ ഇന്ന് വരെ അഴിച്ചുവിടുന്ന ദിവസമാണ്. തലമുറയെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നു. സാമ്പത്തിക മേഖലയെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നു. പിന്നെ ബിസിനസിനെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നു. ഇന്ന് പകൽ അഴിച്ചുവിടുന്ന ദിവസമാണ്. കർത്താവ് വിടുവിപ്പാൻ ശക്തനായി ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തി കൊണ്ട് യേശുവിന്റെ മുമ്പിലിരിക്കുന്നവർക്ക് ആർക്കും ആ ശക്തി തിരിച്ചറിയാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ശക്തി തിരിച്ചറിഞ്ഞവർ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന് പ്രതിസന്ധികളെന്ന് ഓർക്കാതെ സകല കടമ്പകളും കഴിഞ്ഞ് യേശുവിന്റെ നടുവിൽ ഇറക്കി വെച്ചു. ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം നടക്കണമെന്ന് വിശ്വാസമുള്ളവർ നമ്മുടെ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. കർത്താവ് കാണത്തക്കവണ്ണം വെക്കണം. അങ്ങനെ വയ്ക്കുവാൻ ആര് തയ്യാറാകുന്നു അവർ വന്ന വിഷയവുമായിട്ട് പോകുകയില്ല. 4 പേർ ചുമന്നുകൊണ്ടുവന്ന കട്ടിൽ സ്വയമായി എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം അവന് ബലം നൽകിയെങ്കിൽ ഇന്നലകൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും ഈ ദൈവത്തിലേക്ക് വന്നതെന്നാൽ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ ശക്തനായ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കരം നമ്മുടെ വെളിപ്പെടുമ്പോൾ സകല അന്യായ ബന്ധനങ്ങൾ വഴി
അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ വിശ്വാസം യേശുവിന്റെ അടുക്കലേക്ക് പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വായിക്കാം. ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, യേശു നമ്മുടെ ചിന്തകൾ പോലും അറിയുന്നു. ഏത് മനോഭാവത്തോടെയാണ് കർത്താവിന്റെ സന്നിധിക്ക് നമ്മൾ വന്നിരിക്കുന്നത്, അത് ഏറ്റവും വലിയ വിഷയമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അബ്രഹാം വിശ്വസിച്ചതുപോലെ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, ചിരട്ടയിലെ വെള്ളം ഉറുമ്പിന് സമുദ്രം, തവളയ്ക്കോ അത് ചിരട്ടയും മറിച്ചിട്ടിട്ട് പോകും. നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി മാറണം, വിശാലത വരണം. ആ ചിരട്ടയ്ക്കകത്ത് കിടന്ന് ഉറുമ്പിന് നീന്തിയെത്താൻ വലിയ പാടാണ്. പക്ഷെ തവളയ്ക്ക് ആ ചിരട്ടയെ മറിച്ചിട്ട് അത് പോകും. അത് വിഷയമല്ല. നമ്മുടെ ആത്മീക വർധനവിന് ആവശ്യമുള്ളത് ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കണം. ദൈവസന്നിധിയിൽ പ്രാപിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ കർത്താവിന്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും പാപമോചനം കൊടുക്കാൻ ഇവനാ, അത് ദൈവത്തിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് എന്നവിടെ ഹൃദയത്തിൽ ചിന്തിച്ചത് യേശു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആരറിയും? യേശുവാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്താൽ, ഒരു നേർച്ച നേർന്നാൽ മറ്റാരും അറിഞ്ഞില്ല, അത് ദൈവം അറിയും. അത് പ്രാവർത്തികമാക്കുവാൻ തയ്യാർ. ഞാൻ പറയാറുണ്ട്, നേരാതിരിക്കുന്നത് നല്ലത്. സലോമോന്റെ വാക്കുകൾ കടമെടുത്ത് പറയാം. നേർന്നാൽ അതെന്ത് ചെയ്യണം? നിവർത്തിക്കണം. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞു, 3 കൺവെൻഷൻ ഒരു മാസത്തിൽ വെച്ച് 36 കൺവെൻഷൻ അടുത്ത വർഷം നടത്തണം. അതിന്റെ ചെലവ് നിങ്ങളെല്ലാം കൂടെ വായിക്കണമെന്നൊക്കെ പറഞ്ഞു. കഴിയുന്നവരെ നേരാവും, കഴിയാത്തവർ അതിനു വേണ്ടി എടുത്ത് ചാടരുത്. 1 രൂപയും ചെലവില്ലാതെ കൺവെൻഷൻ നടത്താൻ ദൈവം നമുക്ക് സാഹചര്യം തന്നിട്ടുണ്ട്. ഒരു സ്ഥലം കണ്ടെത്തി ആ കൺവെൻഷനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് മൈക്ക് ഓർഡർ വാങ്ങിയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം മാത്രം അതിൽ കൺവെൻഷൻ നടത്താൻ. പാട്ട് പാടാനായിട്ട് ആളുകളുണ്ട്, ഓർഗൻ വായിക്കാൻ മകനുണ്ട്, പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഒരു 3 കൺവെൻഷന്റെ സ്ഥലം കണ്ടെത്തി അതിന്റെ ക്രമീകരണം ചെയ്യാമെന്ന് ഓരോരുത്തരും തീരുമാനമെടുത്താൽ 36-ലധികം കൺവെൻഷൻ നടത്താൻ പറ്റും. നമ്മൾ ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തുന്ന കൺവെൻഷൻ അല്ല. അങ്ങനെ സാഹചര്യം വരുമ്പോ അങ്ങനെ ചെയ്യാം. നമ്മൾ പുറപ്പെടാൻ തയ്യാറായ ഒരു വ്യക്തി വിടുവിക്കപ്പെട്ടാൽ സ്വർഗ്ഗം സന്തോഷിക്കും. നമ്മുടെ അക്കൗണ്ടിൽ അത് ചേർക്കും. അതാണ് ക്രിസ്തുവിന്റെ ദൗത്യം. കർത്താവ് നമ്മോട് പറഞ്ഞ് പോവുക, പുറപ്പെടുക. കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തി ഉണ്ടെന്ന് മുമ്പിലിരിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രന്മാരും തിരിച്ചറിഞ്ഞില്ല. അവർ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരുന്നവർ. അടുത്ത വാക്യം, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ, ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ഇവിടെ ഈ മനുഷ്യൻ പാപത്താൽ ബന്ധിക്കപ്പെട്ടാണ് രോഗിയായിട്ടുള്ളത്. പാപത്താൽ രോഗവും രോഗത്താൽ മരണവും സംഭവിക്കുന്നത് വേദപുസ്തകം പറയുന്നു. ഇവന്റെ പാപമാണ്
ഇവനെ രോഗിയാക്കിയത്. കർത്താവ് തന്റെ മേൽ കുറ്റം ആരോപിക്കാൻ കാത്തിരിക്കുന്നവരെ നോക്കി ചോദിക്കുകയാണ്, ഇവന്റെ പാപങ്ങൾ മോചി തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് യേശു ചോദിക്കുക. അടുത്ത വാക്യം, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവർ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു കൂട്ടം ആളുകൾ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്നു. അതൊന്നും യേശുവിന് വിഷയമേ അല്ല. ആ പക്ഷപാതക്കാരനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് 4 പേർ ചുമന്നു കൊണ്ടുവന്ന ആ കിടക്കയുണ്ടല്ലോ, അതെടുത്ത് നീ വീട്ടിലേക്ക് പോകാം. കിടക്ക എടുത്തപ്പോ വഴി മാറിക്കൊടുക്കാൻ ആളുണ്ടായി. ഒരു അത്ഭുതം നടന്നാൽ, ഒരു വീര്യപ്രവൃത്തി നടന്നാൽ ജനം ഓടിക്കൂടുവാനിടയായില്ല. ഒരിക്കല് ആന്ധ്രയില് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടമായി വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കും. ഞാനും റെജിനുമായിട്ട് പോയി നമ്മുടെ മിഷണറിയുടെ അളിയന്റെ പാർക്കുന്ന ഗ്രാമത്തിൽ വീടിന്റെ മുകളിലൊക്കെ നോക്കിയിരുന്ന ആളുകൾ, ഇത് കേട്ടു കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം ആ വീട്ടിലുള്ള രോഗികളെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് എയ്ഡ്സ് രോഗികൾ വന്ന് വരെ സൗഖ്യം പ്രാപിച്ചു. അവരത് കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ലൈവായിട്ട് മുടന്തി വരുന്നവര്, എടുത്തുകൊണ്ടുവരുന്നവർക്ക് സൗഖ്യം പ്രാപിച്ചു പോകുന്നത്. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അവർ എയ്ഡ്സ് രോഗികളെ കൊണ്ടുവന്നു. ദേവദാസന്റെ ചെവിയിൽ വന്ന് ചോദിച്ചു, പാസ്റ്ററെ, ഒരു എയ്ഡ്സ് രോഗിയെ കൊണ്ടുവരുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സൗഖ്യമാക്കുന്നവൻ കർത്താവാ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയൂ. കർത്താവിന്റെ ശക്തി അവിടെ ഉണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നിടത്ത് നീ വിശ്വാസത്തെ ഒന്ന് കാല് ചവിട്ടിയാൽ മതി, സൗഖ്യം പ്രാപിക്കുക. ഇന്ന് പകൽ യേശുവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നവർക്കാർക്കും യേശുവിന്റെ ശക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷപാതക്കാരനോട് അവിടെ പറയും, അവരുടെ വിശ്വാസം കണ്ടിട്ട്. പക്ഷപാതക്കാരോട് പറയുകയാ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. വായിക്കാം. ഉടനെ അവർ കാണുകയും അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. തന്നെ കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്നവർ കാണുക. പരിശുദ്ധാത്മാവ് ദൂത് പറയാനുണ്ട്. നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ നിന്നെ നിന്ദിക്കുന്നവർ കാണുക. ദൈവം ഒരു അപൂർവ കാര്യം ചില കുടുംബങ്ങൾക്കകത്ത് ചെയ്യുവാൻ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഒരു അപൂർവ കാര്യം ഭവനത്തിനകത്ത് നടക്കുമ്പോൾ ദേശം ഭയപ്പെടുത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ മാത്രം ദൈവമാണ്. കർത്താവ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. കർത്താവ് ഒരു ഭവനം സന്ദർശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. കർത്താവ് ഒരു ഗ്രാമം സന്ദർശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. അതെ, ഗദര ദേശത്ത് ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ തേടി യേശു പോയി. അവനൊരിക്കലും യേശുവിലേക്ക് വരാൻ കഴിയുന്ന കർത്താവിന് അറിയാം. എന്താ നമ്മളെ തേടി കർത്താവ് വരാത്തത്? ഈ പക്ഷപാതക്കാരനെ തേടി കർത്താവ് എന്താ പോകാത്തത്? അവന്റെ വീട്ടിൽ ചെന്ന് ഒരു പക്ഷേ യേശു പ്രാർത്ഥിച്ചാലും വിടുവിക്കപ്പെടില്ല. എന്താ കാര്യം? അവന് വിശ്വാസമില്ല. അവ നമ്മൾ പലരും വിടുവിക്കാതിരിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഒരു ശതാധിപനായ മനുഷ്യൻ പറഞ്ഞു, കർത്താവ്, എന്റെ പുരയ്ക്കകത്ത് വരാനുള്ള നീ എന്റെ പുരയ്ക്കകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, ഈ ബാല്യക്കാരന് സൗഖ്യം വരും. നമ്മുടെ വിശ്വാസമോ? ബാംഗ്ലൂരിന്നോ ഡൽഹിയിൽ നിന്നോ ദൈവദാസന്മാർ വന്ന് തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അല്പം വിശ്വാസം വരുന്നത്.
കർത്താവ് വന്നില്ല എങ്കിൽ ഇനി ഏത് വലിയ ദൈവദാസം വന്നിട്ട് ഒരു കാര്യമില്ല. കർത്താവിൽ നിങ്ങളുടെ വിശ്വാസമുണ്ടോ? കർത്താവിൽ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടെന്ന് കൂടെ നടന്നവർ തിരിച്ചറിഞ്ഞില്ല. 10,000 യേശുവിന്റെ കൂടെ നടക്കുന്നവരുണ്ടായിരുന്നു. അവരിൽ ആരും വിടുതൽ പ്രാപിച്ച വേദപുസ്തകം പറയുന്നില്ല. ഒരു സ്ത്രീ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ആ നാട്ടിൽ ധാരാളം പക്ഷപാതക്കാരുണ്ടായിരുന്നു കാണും. യേശുവിന്റെ അടുക്കൽ വിശ്വാസത്താൽ എത്തിച്ച അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ സൗഖ്യമാക്കി. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. വെറുതെ വന്ന് 2-3 മണിക്കൂർ ഇരുന്നിട്ട് പോകാനല്ല, വിടുതൽ പ്രാപിച്ചിട്ടേ പോകാവൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം നടക്കുന്നത്? അങ്ങനെ വിശ്വാസത്തോടെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു അപൂർവ കാര്യം ദൈവം ചെയ്യും. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. അടുത്ത വാക്യം കൂടെ വായിക്കാം. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരുവൻ വിടുവിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. എന്ത് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടന്നാലും ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുക. മനുഷ്യനെ ഉയർത്തുന്നവരായി നമ്മൾ മാറരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. അവനെ കുറിച്ചുള്ള ഈ സ്തുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇതൊക്കെ യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാൽ ലൂക്കോസ് 7:17 മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അതാണ് അപൂർവ കാര്യം. മരിച്ചവനെ അടക്കം ചെയ്യുകയാണ് അടുത്ത ജോലി. പക്ഷെ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അതൊരു അപൂർവ കാര്യമാണ്. ഒരിക്കൽ ലവോർണിക്കൂസ് എന്ന ബൈബിൾ കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ ഒരു യൗവനക്കാരൻ, 23 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ ഇവിടെ 3 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. പോകുമ്പോൾ താൻ പോയ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ പോയി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു ദിവസം അവിടെ പോയപ്പോൾ പറഞ്ഞു, 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് മരിച്ചു. പാസ്റ്റർ ആ കുടുംബത്തിന്റെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നോടൊപ്പമുള്ള ഒരു യൗവനക്കാരനുമായിട്ട് പോയി. 2 പേര് യൗവനക്കാരാ. ഈ യൗവനക്കാരൻ അങ്ങോട്ട് പോകുമ്പോൾ അവന്റെ അകത്തൊരു വിശ്വാസം വർദ്ധിച്ചു. യേശു മരിച്ചവനെ ഉയർപ്പിച്ചല്ലോ, എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ? ആ വേദനയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ബാക്കിയുള്ളവർ പറഞ്ഞു വിട്ടതോ? പക്ഷെ ഈ 2 യൗവനക്കാരും ആ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ തലക്കൽ മുട്ടുമുടക്കിയിട്ട്, യേശുവേ ഈ കുട്ടിയുടെ മേൽ ജീവൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ച് 8 മണിക്കൂർ കഴിഞ്ഞ് ശവം അടക്കാൻ സമയമായ പെൺകുട്ടി കണ്ണു തുറന്നു. ആ പെൺകുട്ടി എഴുന്നേറ്റിരുന്നു. ആ പെൺകുട്ടി ഇന്നും ജീവനോടെ ഇരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ശക്തി ഇന്നുമുണ്ട്. എത്രയോ പേർ നൈൻ എന്ന പട്ടണത്തിൽ മരിച്ചില്ലേ? എത്രയോ പേരെ പട്ടണത്തിന് പുറത്തുപോയി അടക്കിയില്ലേ? യേശു ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ ആ ചുമക്കുന്നവർ നിൽക്കാൻ തയ്യാറായി. നമ്മളൊക്കെ എന്താ വിടുതൽ വരാത്തതെന്ന് അറിയാമോ? ഇനി യേശു തൊട്ടാലും തള്ളി മാറ്റിയിട്ട് എന്താ ഞങ്ങളുടെ ദൗത്യം? ഈ ശവശരീരത്തെ അടക്കുക. അതുപിന്നെ ആരും തടുക്കാൻ നിന്നാലും ഒരു ശവശരീരം വഹിച്ചുകൊണ്ട് പോകുന്നതിനെ ആരും തടുക്കില്ല. അതറിയാമോ?
ഒരു ആംബുലൻസ് വരുമ്പോ എല്ലാ വണ്ടികളും മാറിക്കൊടുക്കും. അതിനകത്ത് ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണ്. ഒരു മനുഷ്യനോടുള്ള ബഹുമാനമാണത്. ഒരു ശവശരീരം വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര വരുമ്പോൾ അതിനെ ആരും തടസ്സപ്പെടുന്നില്ല. മന്ത്രിയാണെങ്കിലും വണ്ടി ഒതുക്കി കൊടുക്കും. ഇത് ആദ്യമായിട്ട് ഒരു ശവശരീരം വഹിച്ചുകൊണ്ട് വരുന്ന ഒരു വിലാപയാത്രയെ ഒരു മനുഷ്യൻ തടയുകയാണ്. യേശു ശവമഞ്ചത്തിൽ തൊട്ട് ചുമക്കുന്നവർ നിൽക്കാൻ തയ്യാറായി. ഇന്ന് മുതൽ എന്താ വിടുതൽ വരാത്തത്? നമുക്ക് നിൽക്കാൻ മനസ്സുമില്ല അല്ലേ? വേദപുസ്തകം വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് വരാൻ സമയമില്ല. ഓട്ടമല്ലേ? ഇന്ന് മുതൽ നിൽക്കാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ മനസ്സുണ്ടോ? ആ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി സ്വീകരിക്കാൻ മനസ്സുണ്ടോ? എന്തുകൊണ്ട് വിടുതൽ വരുന്നില്ല? ഈ മനുഷ്യനെ ശവമഞ്ചം നോക്കുന്നവർ നിൽക്കാൻ തയ്യാറായി. ആരും ഇതുവരെ ഒരു ശവമഞ്ചത്തെയും തടുത്തു വച്ചില്ലെങ്കിൽ ശവമഞ്ചം തൊടുവാൻ അധികാരമുള്ളവൻ തൊട്ടപ്പോൾ ശവമഞ്ചം ചുമക്കുന്നവർ നിന്നു. അവനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ ഒന്ന് ക്ഷമയോടെ കർത്താവിന് നിന്നുകൊടുക്കാൻ എത്ര പേർ തയ്യാറാണ്? രാവിലെ വിശ്രമമില്ലാതെ ഓടുന്നവരാ നമ്മൾ. ആരോഗ്യമുള്ളപ്പോ ഓടണം. അലസന്മാരെ ഒന്നും കർത്താവിന് വേണ്ട. ഞങ്ങൾക്ക് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഓർപ്പിച്ച ഒരു അനുഭവം. BTH, MDH, MDU ഒക്കെ എടുത്ത് MAയും MPലും ഒക്കെ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് PhD വരെ എടുത്തിട്ട് തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ ദേശത്തുണ്ട്. എഴുതാനും വായിക്കാനും അറിയാത്തവരെ കർത്താവ് ശക്തമായ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കും. തന്റെ പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയാത്ത ഒരു ദൈവദാസൻ UK പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞ് ഇതുവരെ തിരിച്ചു വന്നില്ല. ഞാൻ ഇടയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ എപ്പോഴാ പാസ്റ്റർ നാട്ടിലേക്ക് മടങ്ങി? ഞങ്ങൾക്ക് ഡിസംബറിൽ ഒരു മീറ്റിംഗ് ഉണ്ട് പാസ്റ്റർ. ഞാൻ നവംബർ ആദ്യം വരുന്നു ഒരാഴ്ച, ഡിസംബർ ആദ്യം വരും ഒരാഴ്ച എന്റെ വൈഫിന്റെ ബാംഗ്ലൂരിൽ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെയും ദുബായിക്ക് പോവുക. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഒരു ദിവസവും വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുവാൻ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടല്ല, ആ കർത്താവിന്റെ ശക്തി സംഭവിക്കും. അദ്ദേഹത്തിന്റെ സാക്ഷി നിങ്ങൾക്ക് അറിയണമോ? 16-ാമത്തെ വയസ്സിൽ സുവിശേഷം ആരംഭിച്ച ദൈവദാസൻ. അദ്ദേഹം രാവിലെ ട്രാക്ട് കൊടുക്കാൻ പോകും. വെളുപ്പിന് അദ്ദേഹം മീൻ വിൽക്കാനായിട്ട് പോകും. ഞാൻ പറയുന്നത് ആൻഡ്രൂ ഫ്രാൻസിസ് ദൈവദാസനെ കുറിച്ചാണ്. ലൈവിൽ കാണുന്നവർ കേൾക്കുന്നവർ കേട്ടോട്ടെ, അദ്ദേഹത്തിന്റെ അനുഭവം തിരിച്ചറിഞ്ഞോട്ടെ. രാവിലെ മീൻ വെക്കാൻ പോകും. മീൻ വിറ്റിട്ട് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് വന്നാൽ ട്രാക്ട് കൊടുക്കാൻ പോകും. 14-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ മറ്റെല്ലാ പദ്ധതിയും മാറ്റി ദേശത്ത് ട്രാക്ട് കൊടുക്കാൻ പോകും. വൈകുന്നേരം വീട്ടിലെ ബാപ്പയും അമ്മയും എല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഈ യൗവനക്കാരൻ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കും. വീടിന് ചുറ്റും നേരം വെളുക്കുവോളം പ്രാർത്ഥിക്കും. അതായിരുന്നു തന്റെ ജീവിതാനുഭവം. ആ യൗവനകാലത്ത് കർത്താവിന്റെ സമയം ചിലവിട്ടത് ഇപ്പോൾ വിശ്രമമില്ലാതെ കർത്താവിന് വേണ്ടി ഓടുക. ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ മറ്റൊരു ദൈവദാസൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2-3 മണിക്കൂർ എന്നെ വിളിക്കരുത്. ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കാൻ പോയപ്പോ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് വെള്ളം ഇരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതുപോലെ ദൈവസ്ഥനി മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ പ്രാർത്ഥന അനുഭവം ഇവിടെ പോയി. എന്തുകൊണ്ട് നമ്മൾ വിടുവിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? കർത്താവിന്റെ സന്നിധിയിൽ ഇന്നും വിടുതലിന് കുറവ് വന്നു പോയിട്ടില്ല. കർത്താവിനെ രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പക്ഷെ എന്താ? നിങ്ങളുടെ അവിശ്വാസം, നിങ്ങളുടെ അകൃത്യം അത്രേ ദൈവത്തെ തമ്മിൽ അകറ്റി വെച്ചിരിക്കുന്നത്. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. ഒരു അപൂർവ കാര്യം ആ ദേശത്ത് സംഭവിച്ചു. ദൈവസഭയ്ക്കകത്ത് സംഭവിക്കണം.
ദൈവസഭയ്ക്ക് പുറത്തും അത് സംഭവിക്കാം. നമ്മൾ നടന്നു പോകുമ്പോൾ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർ അലറി വീഴണം. ആ പിശാച് വിട്ടുപോയി അവർ സൗഖ്യം പ്രാപിക്കണം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, അതെ, അദ്ദേഹം ഒരിക്കൽ മുടിവെട്ടിക്കാനായിട്ട് ഒരു ബാർബർ ഷോപ്പിൽ പോയി. ബാർബർ ഷോപ്പുകാർ മുടിവെട്ടുകാരൊന്നും തുള്ളുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ അകത്തെ പിശാച് ഇറങ്ങിയതാ. അദ്ദേഹം ഇരുന്ന് സീറ്റിൽ എഴുന്നേറ്റ് ആ മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ ഭൂതത്തെ പുറത്താക്കി പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. നമ്മിലൂടെ അങ്ങനെ സംഭവിക്കണം. ദൈവത്തിന് ഒരു അസാധ്യമായ കാര്യമില്ല. ഒരു അപൂർവ കാര്യം നമ്മിലൂടെ നടന്നാൽ ദേശത്ത് ദൈവനാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 30-ാമത് വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 30-ാമത് വാക്യം. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചെന്ന് നിങ്ങൾ അറിയും. ദൈവത്തെ നിരസിച്ചവന്റെ അനുഭവം മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ വെല്ലുവിളിച്ച കോരഹ്, അബീരാം, ദാഥാൻ എന്നീ 3 കുടുംബങ്ങളും അവരോടൊപ്പം കൂടിയ ഒരു കൂട്ടം ആളുകളും ദൈവത്തോട് മത്സരിക്കാൻ തയ്യാറായി. മോശയോട് മറുതലിക്കുവാൻ തയ്യാറായി. മോശയുടെ വാക്കിന് കീഴ്പ്പെടാതെ മോശയ്ക്ക് വേദന ഉണ്ടാക്കിയപ്പോൾ മോശ ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യണം ദൈവമേ? ദൈവം പറഞ്ഞു, ഒരു അപൂർവ കാര്യം ഞാൻ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിനകത്തും അങ്ങനെയുള്ള ന്യായവിധി വരരുത്. ഇസ്രായേലിനകത്താണ് സംഭവിക്കുന്നത്, ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലല്ല. സംഗീതത്തിന്റെ വാക്യമുണ്ട്, സിയോനിലെ ദുഃഖിതന്മാർക്ക് ആനന്ദതൈലം, സ്തുതി എന്ന മേലാടയും നൽകും. സിയോനിലെ പാപികളുമുണ്ട്, സിയോനിലെ ദുഃഖിതന്മാരുമുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. സിയോന്റെ മക്കളാണ് നമ്മൾ. സ്വർഗ്ഗസിയോനിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ വരരുത്. ഏത് സമയത്തും ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മൾ ഒരുക്കമാണോ? ദൈവത്തോട് മറുതലിച്ച മോശയ്ക്കെതിരായി സംസാരിച്ചവരെ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അതുവരെയും അതിനുശേഷവും ഇങ്ങനെ ഒരു അപൂർവ കാര്യം ആരും കണ്ടിട്ടില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ചില കിണറുകൾ ഇങ്ങനെ താഴ്ന്നു പോയതായിട്ടൊക്കെ പത്രത്തിൽ വന്നു, അല്ലേ? ചില സ്ഥലങ്ങൾ, വീടുകൾ താണുപോയി, ചില കിണറുകൾ താണുപോയി, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കിണർ താഴ്ന്നതല്ല, വീട് താഴ്ന്നതല്ല, പിന്നെയോ ഒരു കൂട്ടം ആളുകൾ, അതേ, ജനം നോക്കി നിൽക്കെ ഭൂമി വായ് പിളർന്ന് അവരെ ജീവനോട് വിഴുങ്ങി ആ ഭൂമി അടയുകയും ചെയ്യും. മോശ ജനത്തോട് പറയുന്ന ഒരു അപൂർവ കാര്യം ദൈവം ചെയ്യുമെന്ന്. ഇന്ന് വരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബങ്ങൾക്കകത്തും ഈ അപൂർവ കാര്യങ്ങൾ സംഭവിക്കണം. അത് ന്യായവിധിക്കായിട്ടല്ല, പിന്നെയോ നിർജീവമായി പോയവൻ ജീവൻ പ്രാപിപ്പാൻ, മരിച്ചവൻ എഴുന്നേറ്റിരിപ്പാൻ, അതേ, കുഷ്ഠരോഗി സൗഖ്യം പ്രാപിപ്പാൻ, പക്ഷപാതക്കാരൻ വിടുവിക്കപ്പെടുവാൻ, നാനാവ്യാധികളാൽ വലയുന്നവർ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വിടുതൽ പ്രാപിക്കണം. അതൊരു അപൂർവ കാര്യമായി ലോകം തിരിച്ചറിയുവാൻ ഇടയായി തീരണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 23-ാമത് വാക്യം 21 മുതൽ വായിക്കാം.
നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായിക, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാ. കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. കർത്താവിന്റെ ദൂതൻ എന്ത് ചെയ്തു? അവനെ അടിച്ചു. കർത്താവ് സേവകാത്മാക്കളായ ദൂതന്മാരെ നമുക്ക് അയച്ചിരിക്കുന്ന നമ്മളെ അടിക്കാനല്ല, നമ്മെ കരുതുക. 91 സൈന്യത്തിൽ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കർത്താവിന്റെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിക്കുമെന്ന്. ഇവിടെ ഭദ്രാസനത്തിൽ ഇരുന്ന് അത് പ്രസംഗിക്കുന്ന ഹേരോദാവിന്റെ വാക്ക് കേട്ടിട്ട് ആളുകൾ ഒരു മനസ്സോടെ പറഞ്ഞു, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ശബ്ദമത്രേ. അടുത്ത ഭാഗം, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാ. കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ദൈവത്തിന്റെ ദൂതന്മാരുടെ ശുശ്രൂഷ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും, അല്ലേ? ഇവിടെ ഇരിക്കുന്ന പലരും കർത്താവിന്റെ ദൂതനോട് ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു പിശാച് വെളിപ്പെട്ടിട്ട് കുറെ ഒക്കെ പോയിട്ടും ചിലത് പോകുന്നില്ല. പിശാച്, നീ കണ്ടോ കർത്താവിന്റെ ശക്തന്മാരെ ദൂതന്മാരോട് ഇറങ്ങിയിരിക്കുന്നു നിൽക്കുന്നത്? എനിക്ക് കാണാം. ആ ദൂതന്മാർ നിന്നെ വെട്ടണമോ നീ പോകണമോ ചോദിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അത് പോയി. നമുക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. എലീശയ്ക്ക് ചുറ്റും അത് ആരാമ്യ സൈന്യം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക ശിഷ്യൻ നിലവിളിക്കുക, യജമാനനെ, നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു. പ്രവാചക ശിഷ്യന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. ആ പ്രവാചക ശിഷ്യന് അതുവരെ മനുഷ്യരാൽ വരുന്ന പ്രതികൂലം മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭൗതികമായത് മാത്രമേ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. ദൈവം അവന്റെ ആത്മീക നയനങ്ങൾ തുറന്നപ്പോൾ അവൻ പിന്നെ നിലവിളിച്ചില്ല. അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും കൊണ്ട് ആ മല മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പ്രവാചക ശിഷ്യന് കാണുവാൻ ഭാഗ്യം നൽകി. നമുക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവമുണ്ട്. ഒരു കൂട്ടം ദൂതന്മാരെ നമ്മുടെ സംരക്ഷണയ്ക്കായി അയക്കുക. നമ്മുടെ പ്രതിസന്ധി എത്ര വലുതാണോ അത്രയും ദൂതന്മാരെ ദൈവം അയക്കും. എന്താ? നമ്മെ ഏൽപ്പിച്ച വേല തീർന്നില്ലെങ്കിൽ, നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ഓർക്കണം, നിരാശപ്പെടേണ്ട, കർത്താവ് ഏൽപ്പിച്ച വേല തീർന്നു. അത് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ടെൻഷൻ ആരണ്ട ആരും. ദൈവം അനുവദിക്കാതെ ഒരു ദൈവ പൈതലിന്റെ തലയിൽ ഒരു തലനീര് പോലും നിലത്ത് വീഴുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ഒരുക്കണം. ഒരു അപൂർവ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമോ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നൈലിലെ വിധവയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, ആ മാതാവിന്റെ കണ്ണുനീര് യേശുവിന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ദൈവസേവന് കരയാൻ മനസ്സുണ്ടോ? എന്താ കരച്ചിൽ വരാത്തത്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പട്ടിണിയില്ല. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ആവശ്യത്തിന് ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ട് ദൈവസേനയെ കരയാൻ നമുക്ക് സമയമില്ല. ഇല്ല, എല്ലാം ഉള്ളപ്പോൾ ദൈവസേനയെ കരഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാതെ ദൈവം സൂക്ഷിക്കും. ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് തരുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ഒരു അപൂർവ കാര്യം നടന്നു എന്ന് പറഞ്ഞവർ ദൈവത്തെ നമുക്ക്
ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മനസ്സുണ്ടോ? നമുക്ക് എല്ലാവർക്കും എഴുതാം. അല്പസമയം നമുക്ക് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കഴിഞ്ഞ ദിവസം ആ ദൈവമഹത്വം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. പ്രത്യക്ഷമായ ചില വിടുതലും നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇതുവരെ അനുഭവിച്ച വ്യത്യസ്തമായത് നമ്മൾ അനുഭവിച്ചതാണ്. ഗിദെയോനെ ദൈവം നോക്കിയിട്ട് ഈ ബലത്തോടെ പോകാം, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ തോൽപ്പിക്കുന്നു. ഗിദെയോൻ പറഞ്ഞ, കർത്താവേ, നീ നിങ്ങളോട് ഉണ്ടെങ്കിൽ ഈ കഷ്ടമൊക്കെ എന്തിന്? ഇല്ല, നീ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ വിടുവിപ്പാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ദൈവത്തോട് പറയാം. ആ കർത്താവിൽ ആ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടെന്ന് ചുറ്റുപാട് നിന്നവർ, മുമ്പിലിരുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ, യേശുവിനെ അനുഗമിക്കുന്ന പുരുഷാരത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ, ഇതാ അകലങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് 4 പേർ വരികയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവിടെ പ്രതിസന്ധികളൊന്നും അവർക്ക് തടസ്സമായി തീർന്നില്ല. നമ്മൾ ഒരുപാട് മുടന്ത ന്യായം ദൈവത്തോട് പറയും, കർത്താവേ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ഇല്ല, സകല പ്രതിസന്ധികളെ മറികടക്കുവാൻ നമ്മെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക. ദൈവത്തിന്റെ സ്ഥലം ഒന്നും പറഞ്ഞ് നമുക്ക് തഴുതെപ്പാൻ കഴിയില്ല. ദൈവം നമ്മുടെ കുറവുകളെ ഏറ്റു പറയാം. ഏതെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. യേശോപ്പ, ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം കാണുക, എന്റെ കുടുംബത്തിനകത്തൊരു അപൂർവ കാര്യം നടക്കുക, ദൈവസഭയ്ക്കകത്തൊരു അപൂർവ കാര്യം നടക്കുക. ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ അത് കാണും. ദൈവത്തിന്റെ സ്ഥലം എത്ര പേർക്ക് ഉറപ്പായി വിശ്വസിക്കാൻ കഴിയും? അവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് പകൽ നമ്മുടെ ആലയത്തിനകത്തായിരിക്കുന്ന ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുക, ചില ബലഹീനരായിരിക്കുന്നവരെ വിടുവിക്കുക, ചിലരുടെ കടബാധ്യതകളെ ദൈവം എടുത്തു മാറ്റുവാൻ. ഓ ഹല്ലേലൂയ! ഉപജന മാർഗത്തിന്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റുവാൻ, ബിസിനസിന്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റുവാൻ, ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, ആത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ. ഇന്നലകളില് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഇല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകേണ്ടതിന്. അതെ, 1 അധ്യായം വായിക്കുന്ന വ്യക്തിയാണോ? സമയം നോക്കാൻ വേദപുസ്തകം വായിക്കുക, എന്റെ കർത്താവിനോട് ചേർന്നിരിക്കുക. ഒരു പുതിയ അത്ഭുതം, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ ദൈവകൃപ, ഒരു അപൂർവ കാര്യം എന്റെ ഭവനത്തിൽ നീ അത്ഭുത വിഷയമാകാൻ പോകുകയാ. നിന്റെ സ്കൂളിൽ നീ അത്ഭുത വിഷയമാകാൻ പോകുകയാ. ഓ, നിന്റെ ജോലി സ്ഥലത്ത് നീ അത്ഭുത വിഷയമാകാൻ പോകുകയാ. നിന്നിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ, പ്രത്യക്ഷമായി ചില വിടുതലുകളാ ദൈവം ചെയ്യുവാനായിട്ട് ഒരുങ്ങി കാത്തിരിക്കുക. ശക്തമായ ആരാധിച്ചോ, ശക്തമായ തുറന്ന് ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധമായ ദൈവം ചില ശാപങ്ങളെ മുറിക്കുക, ശാപങ്ങളെ പൊട്ടിച്ച ചില മണ്ണുകളെ വിളിച്ചു വരുത്തുകയാ. ആ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാ.
ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉള്ളത് കൊണ്ട് സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു.
ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് അഭിഷക്തൻ വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഇന്ന് കണ്ട പ്രതിസന്ധികൾ ഇനി കാണാൻ എന്റെ അപ്പൻ അനുവദിക്കയില്ല. ഇന്നലെ വന്ന നഷ്ടം ഇനി എന്റെ ബിസിനസ്സിൽ വരാൻ ദൈവം അനുവദിക്കയില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൂര്യൻ മക്കളുടെ ബലഹീനത പൂർണ്ണമായും മാറ്റി 2 കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ഈ ദിവസങ്ങൾ ഭവനത്തിലേക്ക് അയക്കുവാൻ കർത്താവിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് സ്തോത്രം. കർത്താവേ സ്തോത്രം. ജയശ്രീ എന്ന മകളെ ദൈവം വിടുവിച്ചിരിക്കുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവിന്റെ കരങ്ങൾ പിടിച്ചു വഴി നടത്തും. യേശോപ്പച്ച ഗ്ലോറി എന്ന മകളെ ദൈവം പൂർണ്ണമായി വിടുവിച്ചിരിക്കുകയാണ്. സ്തോത്രം. പൂർണ്ണ വിടുതലോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കുടുംബമായവരെ ഒരുക്കണം. യേശോപ്പ സുരഭിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വിടുതൽ അയച്ചിരിക്കുകയാണ്. കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സഹായിക്കും. കർത്താവ് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഒരു അപൂർവ കാര്യം ദൈവം ചെയ്യും. കൺവെൻഷൻ യോഗം ഒരു അപൂർവ കാര്യം ചെയ്യുന്ന ഒരു വേദിയാക്കി മാറ്റണം. അതിനുവേണ്ടി ചുമല് കൊടുക്കുന്ന എല്ലാവരെയും അഭിഷേകത്തോടെ നിർത്തണം. കടന്ന ഓരോരുത്തരുടെ മേലും ദൈവകൃപ സന്തോഷത്തോടെ മടങ്ങിപ്പോയി സ്വഭവനങ്ങളിൽ നിർഭയം വസിച്ച് പിന്നെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മാറി. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേണം. പരിശുദ്ധ പിതാവേ.